എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ട് സ്റ്റഡി 10th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടി ഫുൾ A+ നേടാൻ എന്ത് ചെയ്യണം എന്നതാണ് വിഷയം. എല്ലാ സബ്ജക്റ്റിലും സ്റ്റഡി പ്ലാൻ ആവശ്യമാണ്. ശരിയായ പ്ലാനിങ്ങോടുകൂടി പഠിച്ചാൽ വിജയം ഉറപ്പാണ്. നിങ്ങളെ നന്നായി മാർക്ക് വാങ്ങാൻ സഹായിക്കുന്നതാണ് ഒരു പ്ലാനിങ് സിസ്റ്റം. പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി മാർക്ക് വാങ്ങാൻ പറ്റും. ഓരോ സബ്ജക്റ്റിനും ഈക്വലായി ഡിവൈഡ് ചെയ്യുക, ടൈം മാനേജ് ചെയ്യുക. ഒരിക്കലും സമയം വേസ്റ്റാക്കി കളയരുത്. മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കുന്നത് ശരിയല്ല. അത് നമുക്ക് സ്ട്രെസ്സ് വർദ്ധിപ്പിക്കും. പഠിക്കുന്നതിനിടയിൽ ബ്രേക്ക് ആവശ്യമാണ്. ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് എൻജോയ് ചെയ്യുക, സോങ് കേൾക്കുക, ഇഷ്ടമുള്ള എന്താണോ അത് ചെയ്യുക. ഇത് ബോഡിക്കും മൈൻഡിനും നല്ലതാണ്. പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി പഠിക്കാൻ കഴിയും. മനസ്സിനും ശരീരത്തിനും ഉന്മേഷം ഉണ്ടാകുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ റിവിഷൻ ചെയ്യുക, റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുക. കോൺഫിഡൻ്റ് അല്ലാത്ത ഭാഗം വീണ്ടും പഠിക്കുക. അത് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവൈസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. അത് കഴിഞ്ഞാൽ കൃത്യമായ ഉറക്കം അത്യാവശ്യമാണ്. ഉറക്കം മുഴിച്ച് ഒരിക്കലും പഠിക്കരുത്. ഉറക്കം അത്യാവശ്യമാണ്. കൂടാതെ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. ഉറക്കം കളഞ്ഞ് ഒരിക്കലും പഠിക്കരുത്. ഇപ്പോൾ നന്നായി പഠിച്ചാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് വിജയം നേടാൻ പറ്റുന്നതാണ്. ഇനി വേറെ ഒരു കാര്യം, സബ്ജക്റ്റ് വൈസായി പഠിക്കാവുന്നതാണ്. സയൻസ് മനസ്സിലാക്കി പഠിക്കുക. ഒരിക്കലും സയൻസ് ബൈഹാർട്ട് പഠിക്കാതിരിക്കുക. മാത്സ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. കണക്ക് പ്രാക്ടീസാണ് മാത്സിന് ആവശ്യം. കൂടാതെ സോഷ്യൽ SS ഇതിൽ വലിയ essay ക്വസ്റ്റ്യൻസ് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പോയിൻറ്റ്സ് എല്ലാം ഷോർട്ട് നോട്ടാക്കി വയ്ക്കുക. ഇത് നമുക്ക് പഠനത്തിന് വളരെയധികം സഹായകമാണ്. എല്ലാ കാര്യങ്ങളും വായിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ടാക്കി വയ്ക്കുക. പിന്നെ അത് നോക്കിയാൽ മതിയാവും. പിന്നെ അടുത്തത് ലാംഗ്വേജുകൾ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. ഇവയെല്ലാം ഗ്രാമർ നന്നായി നോക്കുക. ഗ്രാമറിന് നല്ലോണം പ്രാധാന്യം കൊടുത്ത് കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കുക ഈ വിഷയങ്ങൾ. ഓരോ ദിവസവും എടുക്കുന്ന ഭാഗം അന്ന് തന്നെ നന്നായി പഠിക്കുക. ഷോർട്ട് നോട്ടുണ്ടാക്കി പഠിക്കുക. ഇങ്ങനെ പോയാൽ തീർച്ചയായും ഫുൾ A+ കിട്ടുന്ന കാര്യം ഷുവറാണ്. തീർച്ചയായിട്ടും കിട്ടും. ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഷോർട്ട് നോട്ടാക്കി വയ്ക്കുക. മാത്സ് പ്രാക്ടീസ് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. ചെയ്ത് മാത്സ് ഫോർമുലാസ് എല്ലാം ചെയ്ത് പഠിക്കുക. ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ഇങ്ങനെ പോയാൽ ഈ ഷോർട്ട് നോട്ടിനാണ് പ്രാധാന്യം. നന്നായി ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് നല്ല കൃത്യതയോടെ സമയം വേസ്റ്റായി കളയാതെ വേണ്ട രീതിയിൽ എല്ലാവരും ഫ്രീ ടൈംസിൽ കുടുംബാംഗങ്ങളോട് എല്ലാവരോടും സംസാരിക്കുക. അങ്ങനെ നല്ല മൈൻഡോട് കൂടി പഠിക്കാനിരിക്കുക. ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഓൾ ദി ബെസ്റ്റ്.